വോസിഫറസാണ് സഭാ നേതാക്കൾ. അൽമായർ അങ്ങനെയല്ല. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു അഭിപ്രായം അറിയാനായിട്ട് ആൾക്കാർ സമീപിക്കുന്നത് ബിഷപ്പിനെയാണ്. ബിഷപ്പിന് താഴെ എത്രയോ പേരുണ്ട്, പക്ഷെ ബിഷപ്പിൻ്റെ അഭിപ്രായം അവരുടെ എല്ലാ അഭിപ്രായമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അവർക്ക് ഈ അഭിപ്രായം ശരിയല്ല എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ എവിടെ പറയും, ആരോട് പറയും? ചാനലുകാർ അവരെ തിരിഞ്ഞു നോക്കില്ല, പത്രക്കാർ തിരിഞ്ഞു നോക്കില്ല. പത്രക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ബിഷപ്പ് പറഞ്ഞെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അതേ ബിഷപ്പിനോട് വീണ്ടും വീണ്ടും അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരാളാണ് നമ്മളുടെ പോൾ തേലക്കാട്. പോൾ തേലക്കാട് ക്രൈസ്തവ സഭയുടെ വക്താവായിരുന്നു, ഇപ്പോഴും മുൻ വക്താവ് എന്നൊക്കെ. ഈ മുൻ വക്താവ് ഇരിക്കട്ടെ, ഇപ്പോഴത്തെ വക്താവ് എവിടെ? ഇപ്പോഴത്തെ വക്താവ് എന്താ മിണ്ടാത്തത്? അദ്ദേഹത്തോട് ആരും ചോദിക്കുന്നില്ല. കാരണം പോൾ തേലക്കാടിന് ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അറിയാം. അതനുസരിച്ച് പോൾ തേലക്കാട് സംസാരിക്കും. ഒന്ന്, കേരളത്തിൽ നിങ്ങളെ ആൾക്കാർ അംഗീകരിക്കണമെങ്കിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയണം. മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരം വേണമെങ്കിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവനെ ആ പ്രദേശത്ത് കയറ്റുകയില്ല മാധ്യമങ്ങൾ. അപ്പോൾ പോൾ തേലക്കാട് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു വെഹമൻ്റായിട്ട്. ഇവർ സിനഡ് കൂടിയിട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രമേയം പാസ്സാക്കി. ചാനലുകാരെന്ത് ചെയ്തു? ഓടി പോൾ തേലക്കാടിൻ്റെ അടുത്ത് പറഞ്ഞു. തേലക്കാട് പറഞ്ഞു ലവ് ജിഹാദ് ഇല്ല, അത് സിനഡിന് തെറ്റുപറ്റിയതായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ നരേറ്റീവ് മാറ്റിമറിച്ചു. സിനഡ് എന്ത് ചെയ്യും? സിനഡിന് ഒരു പത്രക്കുറിപ്പ് ഇറക്കാം എന്നുള്ളതല്ലാതെ ചാനലുകാരുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ചാനലുകാർ വന്നാലേ അവരോട് പറയാൻ പറ്റുള്ളൂ. ചാനലുകാർ പോവില്ല, കാരണം അവർക്കും ലവ് ജിഹാദ് ഇല്ല എന്ന് വരുത്തണം. അപ്പോൾ ഇങ്ങനെ വോസിഫറസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ആരുടെ ശബ്ദമാണോ പുറത്ത് വരുന്നത് അത് എല്ലാവരുടെയും ശബ്ദമാണ് എന്ന് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഗതികേട്. അത് ഇവർക്ക് മാത്രമല്ല, എല്ലാ സമുദായങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. സമുദായത്തിൻ്റെ പൊതുഹിതത്തിന് വിപരീതമായിട്ട് സംസാരിക്കുന്ന ആൾ, സംസാരിക്കാൻ കഴിവുള്ള ആളും മാധ്യമങ്ങളുമായിട്ട് ബന്ധമുള്ള ആളും എന്തെങ്കിലും ഒരു പൊസിഷൻ നേരത്തെയെങ്കിലും വഹിച്ചിരുന്ന ആളും ഒക്കെ ആണെങ്കിൽ അയാൾ സമുദായത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ അഭിപ്രായത്തിന് പുറകെ പോയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടി വിയിലൊന്ന് ഷൈൻ ചെയ്യാൻ 2-3 മിനിറ്റ്, അതിൽ കവിഞ്ഞിട്ട് പാർട്ടിക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇനിയും മാറാനുണ്ട്. BJPയിലും അതെ, ക്രൈസ്തവ സഭയിലും അതെ.